പ്രിസം വാഷിംഗ് ആൻഡ് സ്റ്റീം അയൺ സെന്റർ പുന്നമ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വാഷിംഗ്, അയണിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്ന യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പുന്നമ്പറമ്പ് സെന്ററിലുള്ള കളക്ഷൻ സെന്ററിൽ വസ്ത്രങ്ങൾ സ്വീകരിക്കും. ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്ത് വടക്കാഞ്ചേരി ടൗണിലുള്ള അഷ്ടപതി കോംപ്ലക്സിൽ കളക്ഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇനി വാഷിംഗും അയണിംഗും ഒരു പ്രശ്നമേയല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 96504445 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആരോപണ വിധേയനായ ADGPയാണ് കേസ് അന്വേഷിച്ചത്. അന്വേഷണം പ്രഹസനമാണ്. ആരോപണ വിധേയൻ തട്ടിക്കൂട്ടിയതാണ് റിപ്പോർട്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന് എന്ത് പ്രസക്തിയാണുള്ളതെന്നും VD സതീശൻ ചോദിച്ചു. തൃശൂർ പൂരം കലക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും VD സതീശൻ ആവർത്തിച്ചു. പൂരം കലക്കി വികാരമുണ്ടാക്കിയത് BJPയെ ജയിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ്. പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ശക്തമായ സമരം നടത്തും. UDF യോഗം ചേർന്ന് കൂടുതൽ സമര പരിപാടികൾ തീരുമാനിക്കും. കോൺഗ്രസ് നിയമപരമായ മാർഗങ്ങൾ തേടുമെന്നും VD സതീശൻ വ്യക്തമാക്കി. CPM ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടാവസ്ഥയിലാണെന്നും VD സതീശൻ വിമർശിച്ചു. പിണറായി വിജയനോട് വേറെ ജോലി നോക്കാൻ പറയണം. പ്രകാശ് ജാവദേക്കറെ താനും കണ്ടിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് പ്രകാശ് ജാവദേക്കറെ കാണേണ്ട കാര്യമെന്താണ്? അവർ തമ്മിൽ എന്താണ് ചർച്ച? ADGP പോയത് മുഖ്യമന്ത്രിയുടെ ദൂതനായി തന്നെയാണ്. കോൺഗ്രസ് പാരമ്പര്യമുള്ളയാളാണെങ്കിൽ PV അൻവറിനെ എന്തിനാണ് തോളത്ത് വെച്ച് നടക്കുന്നത്? അൻവറിനെ മുഖ്യമന്ത്രി ഭയക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.